വെൽക്കം ടു CCIB ക്യാമ്പസ്. എൻ്റെ പേര് ജിംന. ഞാനിന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് യൂട്യൂബ് സ്റ്റുഡിയോ ആണ്. നമ്മുടെ യൂട്യൂബ് ചാനലിനെ ഫുള്ളി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഫുള്ളി ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു യൂട്യൂബ് സ്റ്റുഡിയോ യൂസ് ചെയ്യുന്നത്. അതായത് ഒരു യൂട്യൂബ് ചാനലിൻ്റെ അനലിറ്റിക്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും അതേപോലെ ഒരു യൂട്യൂബ് ചാനലിലേക്ക് വരുന്ന ഓഡിയൻസിനെ, അതായത് നമുക്ക് ഏത് കാറ്റഗറിയിലുള്ള ഓഡിയൻസ് ആണ് വരുന്നത്, ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ഓഡിയൻസ് ആണ് വരുന്നത്, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒരു യൂട്യൂബ് ചാനലിനെ മനസ്സിലാക്കാനും അതിനെ മാനേജ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് യൂട്യൂബ് സ്റ്റുഡിയോ. ഇതിന്റെ ഡാഷ്ബോർഡ് ആണിത്. അപ്പോൾ നമുക്ക് ഡാഷ്ബോർഡിൽ നമുക്ക് ആദ്യമായിട്ട് കാണാൻ പറ്റുന്നത് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഈ വീഡിയോസിന്റെ പെർഫോമൻസ് ആണ് ഇതിൽ താഴെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ റാങ്കിങ് ബൈ വ്യൂവേഴ്സ്, അതായത് 10ൽ എത്ര റാങ്ക് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, അതേപോലെ തന്നെ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോസിന് കിട്ടിയിരിക്കുന്ന വ്യൂ, അതേപോലെ ഇംപ്രഷൻ ക്ലിക്ക് ത്രൂ റേറ്റ്, പിന്നെ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ, ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു പെർഫോമൻസ് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോസിന്റെ, അതായത് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസിന്റെ പെർഫോമൻസ് ആണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഗോ ടു വീഡിയോ അനലിറ്റിക്സ്, അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോസിന്റെ അനലിറ്റിക്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് അത് വ്യൂ അനുസരിച്ചിട്ടുള്ള ഒരു ഗ്രാഫ്, ഒരു അനലിറ്റിക്സ് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ വാച്ച് ടൈം അനുസരിച്ചിട്ടുള്ള ഒരു ഗ്രാഫ് നമുക്ക് ഇവിടെ നിന്ന് കാണാം. അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ, അതായത് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ കണ്ടിട്ട് നമുക്ക് വന്നിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സ്, ഇപ്പോൾ ഈ വീഡിയോസിന് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒന്നും വന്നിട്ടില്ല, അപ്പോൾ ഈ പെർട്ടിക്കുലർ വീഡിയോസ് കണ്ടിട്ട് വന്നിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സ്, അങ്ങനെ നമുക്ക് ഇവിടുന്ന് ഈ ഒരു വീഡിയോന്റെ അനലിറ്റിക്സ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതേപോലെ നെക്സ്റ്റ് ഒരു ചാനൽ അനലിറ്റിക്സ് ആണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇവിടെ കറണ്ട് സബ്സ്ക്രൈബേഴ്സ്, അതായത് ഈ ചാനലിലെ ടോട്ടൽ സബ്സ്ക്രിപ്ഷൻസ് ഇവിടെ നിന്ന് മനസ്സിലാക്കാം. അതുപോലെ ലാസ്റ്റ് 28 ഡേയ്സിൽ വന്നിരിക്കുന്ന സബ്സ്ക്രിപ്ഷൻസ് ഇവിടെ നിന്ന് നോക്കാം. അതുപോലെ ഒരു സമ്മറി പോലെ നമുക്ക് ഇവിടെ നിന്ന് കാണാം. ലാസ്റ്റ് 28 ഡേയ്സിൽ വന്നിരിക്കുന്ന ഈ ചാനലിലേക്ക് വന്നിരിക്കുന്ന ടോട്ടൽ വ്യൂസ്, അതേപോലെ തന്നെ വാച്ച് ടൈം, എത്ര വാച്ച് ടൈം, അത് അവേഴ്സിലാണ് പറയുന്നത്. ഈ ചാനലിലേക്ക് വന്നിരിക്കുന്ന ടോട്ടൽ വാച്ച് ടൈം നമുക്ക് ഇവിടെ മനസ്സിലാക്കാം. അതേപോലെ ഈ ലാസ്റ്റ് 48 അവേഴ്സിൽ വന്നിരിക്കുന്ന ടോപ്പ് വീഡിയോസ്, ഈ ലാസ്റ്റ് 48 അവേഴ്സിൽ ഏതൊക്കെ വീഡിയോസ് ആണ് നമുക്ക് ടോപ്പിൽ വന്നിരിക്കുന്ന ഒരു ലിസ്റ്റാണ് ഇവിടെ വന്നിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പബ്ലിഷ് ചെയ്തിരിക്കുന്ന വീഡിയോസിന്റെ ഒരു ലിസ്റ്റ് ഇവിടെ ഉണ്ട്. അതുപോലെ ലേറ്റസ്റ്റ് കമന്റ്സ്, അതായത് നമ്മൾ ഈ ചാനലിൽ വന്നിരിക്കുന്ന കമന്റ്സ് എല്ലാം നമുക്ക് ഇവിടെ നിന്ന് കാണാം. അതേപോലെ തന്നെ ലേറ്റസ്റ്റ് പോസ്റ്റ്, അതുപോലെ തന്നെ റീസെന്റ് സബ്സ്ക്രൈബേഴ്സ്, ഇതൊക്കെ ഈ ഒരു പേജിൽ നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് പറ്റും. നെക്സ്റ്റ് നമ്മൾ കണ്ടന്റ് എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോസിൽ ഈ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഫുൾ വീഡിയോസ് ലിസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് കാണാം. നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഈ വീഡിയോസിനെ നമുക്ക് ഇവിടെ നിന്ന് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഈ ഒരു വീഡിയോ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഈ വീഡിയോയുടെ ടൈറ്റിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം, അതുപോലെ ഡിസ്ക്രിപ്ഷൻ നമുക്ക് ഇവിടെ നിന്ന് എഡിറ്റ് ചെയ്യാം. അതേപോലെ നമുക്ക് ഈ വീഡിയോ വേണമെങ്കിൽ പബ്ലിക് ആക്കിയിടാം, അതേപോലെ പ്രൈവറ്റ് അൺലിസ്റ്റഡ്, അതേപോലെ തന്നെ സ്കെഡ്യൂൾ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ നമുക്ക് ഈ വീഡിയോസിനെ നമുക്ക് ഇവിടെ നിന്ന് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ എൻഡ് സ്ക്രീൻ കൊടുക്കാം. എൻഡ് സ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വീഡിയോ എൻഡ് ആയി കഴിയുമ്പോൾ എൻഡ് സ്ക്രീൻ ആയിട്ട് നമുക്കൊരു സജഷൻ, വേറെ വീഡിയോസിലേക്ക് പോകാനുള്ള ഒരു സജഷൻ പോലെ ഇത് കൊടുക്കാം. ഇതൊക്കെ നമുക്ക് വ്യൂസ് കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഐ കാർഡ്സ് കൊടുക്കാം. അതായത് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് തന്നെ ആൾക്കാരെ എൻഗേജ് ചെയ്യിപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എൻഡ് സ്ക്രീനും ഐ കാർഡ്സ് ഒക്കെ കൊണ്ട് നമ്മൾ അർത്ഥാക്കണത്. നെക്സ്റ്റ് ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഈ കണ്ടന്റ് എന്നുള്ള ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഈ വീഡിയോസിനെ പബ്ലിക് നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. പബ്ലിക്, പ്രൈവറ്റ്, അൺലിസ്റ്റഡ്, സ്കെഡ്യൂൾ, ആ ഒരു ഓപ്ഷൻസ് നമുക്ക് ഇവിടുന്ന് ഇതിനെ എഡിറ്റ് ചെയ്യാം. വിസിബിലിറ്റി നമുക്ക് ഇവിടുന്ന് എഡിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ എന്ന് നമുക്ക് ഇവിടുന്ന് അറിയാം. അതേപോലെ ഓരോ വീഡിയോസും അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഡേറ്റ്, പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഡേറ്റ് നമുക്ക് ഇവിടെ നോക്കാം. അതേപോലെ ഒരു പെർട്ടിക്കുലർ വീഡിയോസിന് കിട്ടിയിരിക്കുന്ന വ്യൂസ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ഓരോ വീഡിയോസിന് കിട്ടിയിരുന്ന കമന്റ്സ്, അതുപോലെ ലൈക്ക്, ഡിസ്ലൈക്ക്, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ലൈവ് എന്നുള്ള സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ചാനലിൽ ഏതെങ്കിലും ലൈവ് വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലിസ്റ്റ് ആയിരിക്കും ഇവിടെ കണ്ടുണ്ടാവുക. പിന്നെ പോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന പോസ്റ്റുകളുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. നെക്സ്റ്റ് സ്റ്റോറീസ്, അതേപോലെ തന്നെ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ പ്ലേലിസ്റ്റും ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മളൊരു വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് ഏത് കാറ്റഗറിയിലാണോ പെടുന്നത് ആ ഒരു കാറ്റഗറിയിലേക്ക് നമുക്ക് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ പ്ലേലിസ്റ്റിലേക്ക് ആ വീഡിയോനെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് നമുക്ക് കണ്ടന്റ് എന്നുള്ളൊരു ഓപ്ഷനിൽ വന്നിരിക്കുന്നത്. നെക്സ്റ്റ് അനലിറ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ചാനലിന്റെ ഫുൾ അനലിറ്റിക്സ് നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് പറ്റും. അതായത് വ്യൂസ് അനുസരിച്ചിട്ടുള്ള ഒരു ഗ്രാഫ് നമുക്ക് ഇവിടെ നിന്ന് അറിയാം. അതേപോലെ വാച്ച് ടൈം അനുസരിച്ചിട്ടുള്ള ഒരു ഗ്രാഫ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻസ് അനുസരിച്ചിട്ടുള്ള ഗ്രാഫ് നമുക്ക് ഇവിടെ നിന്ന് അറിയാം. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് കണ്ടന്റ് എന്നുള്ള ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ കണ്ടന്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. അതായത് വ്യൂസ് അനുസരിച്ചിട്ടും പബ്ലിഷ്ഡ് കണ്ടന്റ് അനുസരിച്ചിട്ടും സബ്സ്ക്രൈബേഴ്സ് അനുസരിച്ചിട്ടും ഹൗ വ്യൂവേഴ്സ് ഫൈൻഡ് യു, അതായത് നമ്മുടെ വ്യൂവേഴ്സ് നമ്മുടെ ഈ ചാനൽ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്തത് ആ ഒരു ഡീറ്റെയിൽ ആണ് വന്നിരിക്കുന്നത്. അതായത് യൂട്യൂബ് അഡ്വർടൈസിംഗ് എന്നാണ് നമ്മുടെ ഈ ചാനലിലേക്ക് കൂടുതലായിട്ടുള്ള ആൾക്കാർ വന്നിരിക്കുന്നത്.
അതേപോലെ ടിപ്പിക്കൽ വ്യൂവേഴ്സ്, അതൊക്കെയാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. നെക്സ്റ്റ് ഓഡിയൻസ് എന്നുള്ള ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ റിട്ടേണിംഗ് വ്യൂവേഴ്സ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് യൂണീക്ക് വ്യൂവേഴ്സ് നമുക്ക് ഇവിടെ നിന്ന് അറിയാൻ പറ്റും. ആ ഒരു ഗ്രാഫ് അനുസരിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അത് റിട്ടേണിംഗ് വ്യൂവേഴ്സ് ആണോ, അതേപോലെ തന്നെ ന്യൂ വ്യൂവേഴ്സ്, അതായത് ഈ കളർ ചേഞ്ച് അനുസരിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം നമ്മുടെ ന്യൂ വ്യൂവേഴ്സ് ആണ്, അതേപോലെ തന്നെ റിട്ടേണിംഗ് വ്യൂവേഴ്സ് ആണോ കൂടുതലായിട്ട് നമ്മുടെ വീഡിയോസ് വന്നിട്ട് നമ്മുടെ ഈ ചാനലിലേക്ക് വന്നിരിക്കുന്നത്. അതേപോലെ നമുക്ക് ഇവിടെ നിന്ന് വാച്ച് ടൈം, സബ്സ്ക്രൈബേഴ്സിന്റെ അനുസരിച്ചിട്ടുള്ള ഒരു വാച്ച് ടൈം നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം. അതായത് നോട്ട് സബ്സ്ക്രൈബ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണോ നമ്മുടെ വീഡിയോസ് കണ്ടിട്ടുള്ളത്, അതോ സബ്സ്ക്രൈബ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണോ നമുക്ക് വീഡിയോസ് കണ്ടിട്ടുള്ളത്, അങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം. അതായത് നമുക്ക് ന്യൂ വ്യൂവേഴ്സിൽ നിന്നാണ് ഇപ്പോൾ കൂടുതലായിട്ടും, അതായത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരിൽ നിന്നാണ് നമുക്ക് ഈ ചാനലിൽ വീഡിയോസ് കൂടുതലായിട്ട് കണ്ടെക്കുന്നത്. അതേപോലെ ഏജ് ആൻഡ് ജെൻഡർ അനുസരിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം. അതായത് ഫീമെയിൽസ് ആണ് നമ്മുടെ കണ്ടന്റ് കൂടുതലായിട്ട് കാണുന്നത്, അതുപോലെ മെയിൽസ് ആണോ നമ്മുടെ കണ്ടന്റ് കൂടുതലായിട്ട് കാണുന്നത്, അതോ വേറെ കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് നമ്മുടെ കണ്ടന്റ് കാണുന്നത്, അതേപോലെ ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് നമ്മുടെ കണ്ടന്റ്സ് കൂടുതലായിട്ട് വാച്ച് ചെയ്യുന്നത്, അങ്ങനെ ഡീറ്റെയിൽ നമുക്ക് ഇവിടെ നിന്ന് അറിയാനായിട്ട് പറ്റും. നെക്സ്റ്റ് കമന്റ് എന്നുള്ള സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാനലിൽ വന്നിരിക്കുന്ന ടോട്ടൽ കമന്റ്സ് നമുക്ക് ഇവിടെ നിന്ന് അറിയാൻ പറ്റും. അതേപോലെ നമുക്ക് കമന്റ്സിന് റിപ്ലൈയും ഈ ഒരു സെക്ഷനിൽ നമുക്ക് ഇവിടെ നിന്ന് കൊടുക്കാം. അതായത് ഏത് പെർട്ടിക്കുലർ വീഡിയോസിനാണോ കമന്റ് വന്നിരിക്കുന്നത് ആ ഒരു പെർട്ടിക്കുലർ വീഡിയോ ഈ റൈറ്റ് സൈഡിൽ നമുക്ക് ഇവിടെ നിന്ന് അറിയാൻ പറ്റും. അങ്ങനെയാണ് നമ്മുടെ ഈ ചാനലിലേക്ക് വന്നിരിക്കുന്ന എല്ലാ കമന്റ്സും നമുക്ക് ഇവിടെ നിന്ന് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് സബ് ടൈറ്റിൽ എന്നുള്ള ഓപ്ഷനാണ്. അതായത് നമ്മുടെ ഈ വീഡിയോസിൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന എല്ലാ വീഡിയോസും അതേപോലെ തന്നെ അതിന്റെ ടൈറ്റിലും സബ് ടൈറ്റിലും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് പറ്റും. നെക്സ്റ്റ് കോപ്പിറൈറ്റ് ആണ്. കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോസിന് കോപ്പിറൈറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു ലിസ്റ്റിൽ വന്ന് കിടക്കും. അതിന് നമുക്ക് റിമൂവൽ റിക്വസ്റ്റും ഇവിടെ തന്നെ കൊടുക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് എന്നൊരു ഓപ്ഷനാണ്. അതായത് നമ്മുടെ യൂട്യൂബ് മോണിറ്റൈസേഷൻ ആണ്. അതായത് നമ്മുടെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയാസ് നമ്മൾ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസേഷൻ ആയിട്ട് കിട്ടും. ആ ക്രൈറ്റീരിയാസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് 1000 സബ്സ്ക്രൈബേഴ്സ്, അതേപോലെ തന്നെ 4000 വാച്ചവേഴ്സ് ഇൻ 365 ഡേയ്സിനുള്ളിൽ ആ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസേഷൻ ആയിട്ട് കിട്ടും. ഇപ്പോൾ 4000 വാച്ചവേഴ്സ്, അതല്ലെങ്കിൽ 10 മില്യൺ വ്യൂസ്, അതായത് ഷോർട്ട് വീഡിയോസിന് 10 മില്യൺ വ്യൂസ് ഉണ്ടാവണം. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആയി കിട്ടും. അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ എടുക്കുമ്പോൾ തന്നെ നമുക്ക് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്തിട്ടുണ്ടാവണം. നെക്സ്റ്റ് കസ്റ്റമൈസേഷൻ എന്നുള്ള ഓപ്ഷനാണ്. നമ്മുടെ സബ്സ്ക്രൈബ്ഡ് അല്ലാത്ത ആൾക്കാരിലേക്ക് നമുക്കൊരു ചാനൽ ട്രെയിലർ പോലെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോസ് നമുക്ക് ഇവിടുന്ന് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ സബ്സ്ക്രൈബ് ആയിട്ടുള്ള റിട്ടേണിംഗ് സബ്സ്ക്രൈബേഴ്സിന് നമുക്കൊരു ഫീച്ചേർഡ് വീഡിയോ നമുക്ക് ഇവിടുന്ന് ഒരു ഹൈലൈറ്റ് പോലെ ഇവിടുന്ന് കാണിക്കാനായിട്ട് പറ്റും. പിന്നെ ബ്രാൻഡിംഗ് എന്ന് പറഞ്ഞ സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പ്രൊഫൈൽ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ബാനർ ഇമേജ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ വീഡിയോ വാട്ടർമാർക്ക്, നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനല്ല ഒരു വാട്ടർമാർക്ക്, നമ്മുടെ ചാനലിന്റെ വാട്ടർമാർക്ക് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. നെക്സ്റ്റ് ബേസിക് ഇൻഫോയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ചാനലിന്റെ പേര്, അതുപോലെ തന്നെ ഹാൻഡിൽ ചെയ്യുന്നതാരാണ്, അതുപോലെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ, അതുപോലെ ചാനലിന്റെ URL അങ്ങനെ കൊടുക്കാനുള്ള ഓപ്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. നെക്സ്റ്റ് ഒരു ഓഡിയോ ലൈബ്രറി ഉണ്ട്. അതായത് നമ്മുടെ ചാനലിൽ നമുക്ക് തരുന്ന ഒരു ഓഡിയോ ലൈബ്രറിയും നമ്മുടെ ഇവിടെ ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്കത് യൂസ് ചെയ്യാം. നെക്സ്റ്റ് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ചാനൽ എന്നുള്ള സെക്ഷനിൽ നമുക്ക് നമ്മുടെ യൂട്യൂബിലേക്കുള്ള കീവേഡ്സ്, അതായത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഏത് കാറ്റഗറിയിലാണ് ഇവിടുന്ന് ആ കാറ്റഗറിക്ക് അനുസരിച്ചുള്ള കീവേഡ്സ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത് കുറച്ചുകൂടെ ബെനിഫിറ്റ് ആണ്. നമുക്ക് ഈ കീവേഡ്സ് അടിച്ചു വരുന്ന ആൾക്കാർ നമ്മുടെ ചാനലിലേക്ക് വരാനും നമ്മുടെ ചാനൽ കൂടുതലും സബ്സ്ക്രൈബേഴ്സ് കൂടാനും വാച്ചവേഴ്സ് കൂടാനൊക്കെ ചാൻസസ് കൂടുതലാണ് നമ്മളിവിടെ കീവേഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ. അതുപോലെ നമ്മുടെ കൺട്രി സെലക്ട് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനെ അനലൈസ് ചെയ്യാനും അതേപോലെ തന്നെ അതിനെ മാനേജ് ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബെനിഫിറ്റ് ആണ്. നമ്മുടെ ചാനലിന്റെ അനലിറ്റിക്സ് അറിയാനും അതേപോലെ നമുക്ക് ഫുള്ളി നമ്മുടെ ഈ ചാനലിനെ മാനേജ് ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ നമുക്ക് ഇപ്പോൾ അനലിറ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പോരായ്മകളാണ് നമ്മുടെ വീഡിയോസിന് വന്നിട്ടുള്ളത് അതൊക്കെ നമുക്ക് മാറ്റി നമുക്ക് നല്ല കണ്ടന്റ്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അനലിറ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക് യു.